ഹായ് യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ യാത്ര കോട്ടയത്തേക്കാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് വരെ പോകേണ്ട ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ഇന്ന് കോട്ടയം വരെ പോവാണ്. ബസ്സിലാണ് പോകുന്നത്, കാരണം നല്ല മഴയുണ്ട്. പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള മഴയായിരുന്നു. മഴ മാറും നിൽക്കും, അങ്ങനെ മഴ ഒരു നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ ബൈക്ക് റാന്നിയിൽ വെച്ചിട്ട് അവിടുന്ന് ത്രൂ ബസ്സിനാണ് കോട്ടയത്തേക്ക് പോകുന്നത്. മെഡിക്കൽ കോളേജിൽ പോകണം. മെഡിക്കൽ കോളേജിൽ പോയതിന് ശേഷം കോട്ടയത്ത് മാഹി കഫേ എന്ന് പറയുന്നൊരു ബിരിയാണി കടയുണ്ട്, അവിടെയും ഒന്ന് കയറണം. അതാണ് ഇന്നത്തെ മെയിൻ ഉദ്ദേശം. സോ ഞാനിപ്പോൾ ഏകദേശം കോട്ടയത്തെത്തി. കോട്ടയത്തെ പഴയ സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. കോട്ടയത്തെ പഴയ സ്റ്റാൻഡ് പൊളിച്ച് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ സംതിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. സോ അപ്പോൾ പഴയ സ്റ്റാൻഡിൽ വന്നിട്ട് വേണം നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് പിടിക്കാനായിട്ട്. ഞാൻ പഴയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറാനായിട്ട് പോവാണ്. അങ്ങനെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ്സിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുള്ള് ബസ്സിലുള്ള യാത്രയാണ് കേട്ടോ. മിക്കവാറും ബോറടിക്കുമായിരിക്കും, അതുകൊണ്ട് ഞാൻ വളരെയധികം കട്ട് ചെയ്ത് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. കോട്ടയത്തെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങൾ തന്നിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ വൈഫ് ഇവിടെയാണ് പഠിച്ചത്, കോട്ടയത്തായിരുന്നു പഠിച്ചത്. ഞാൻ ആ സമയത്ത് എറണാകുളത്ത് ജോലി വേണം, ആലുവയിൽ. അപ്പോൾ ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മാസത്തിൽ ഒരു തവണയായിരിക്കും ലീവ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കാണാനായിട്ട് കോട്ടയത്ത് വന്നിട്ടാണ് ഒരു തവണ കണ്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റോ മറ്റോ ആയിരിക്കും ഞങ്ങൾ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ കാണുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി. 1962 തുടങ്ങിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. എന്തോ റെനോവേഷൻ പരിപാടികൾ നടക്കുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറിനെ കണ്ട് കൺസൾട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് മെഡിസിൻ വാങ്ങാനായിട്ട് പോവാണ്. മെഡിസിൻ വാങ്ങാൻ ചെന്നപ്പോൾ അടുത്ത കോമഡി, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഒരു ചായയും സമൂസയും കഴിക്കാമെന്ന് കരുതിയിട്ട് സമൂസയും ചായയും വാങ്ങി ഒരു സൈഡിൽ പോയിരുന്ന് കഴിച്ചു. എന്നിട്ടും ടോക്കണിൻ്റെ ഇത് എൻ്റെ ആവുന്നില്ല. ഏകദേശം ഒരു 90 കൗണ്ടും കൂടിയുണ്ട് എൻ്റെ ടോക്കൺ ആവാനായിട്ട്. സോ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നടക്കാമെന്ന് കരുതി. അതല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത രോഗങ്ങളെല്ലാം വരുമെന്ന് എനിക്കൊരു തോന്നൽ, കാരണം അതിനും വേണ്ടി രോഗികളുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ നടന്ന് വന്നപ്പോൾ ചെറിയൊരു ഗാർഡൻ ഏരിയ പോലത്തെ ഒരു സ്ഥലം കൊണ്ട് ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ, അങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ അതിലേക്കൂടെ നടന്ന് ഞാൻ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. എന്തായാലും ശാന്തമായിരുന്നു, കാരണം വേറെ തിരക്കൊന്നുമില്ല. ആ ഏരിയയിലൊക്കെ എന്തിനാണോ ഇത്ര ആളുകൾ തിരക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും ടോക്കണുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ കുറച്ച് ശുദ്ധവായുവെങ്കിലും കിട്ടും. വെറുതെ അതിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സഫക്കേഷനാണ് നമുക്ക്. എന്തായാലും കൊള്ളാം. അവിടുന്ന് അങ്ങനെ വീണ്ടും നടന്ന് തിരിച്ചു പോയി എൻ്റെ മെഡിസിൻ എല്ലാം വാങ്ങി അങ്ങനെ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് ബസ് കയറിയിട്ട് കോട്ടയത്തേക്ക് പോവുകയാണ്. ഇനിയാണ് മെയിൻ പരിപാടി, അതായത് ബിരിയാണി കഴിക്കണം. മാഹി കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലെന്ന് പറയാനും കഴിയില്ല, ഒരു കഫേ എന്ന് പറയാനും കഴിയില്ല. വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. നല്ല ബിരിയാണിയാണ്. ഞാൻ കുറേ നാളായിട്ട് അവിടുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 വർഷം മുന്നേ മറ്റാണ് ഞാൻ അവിടുന്ന് ബിരിയാണി കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ എപ്പോൾ കോട്ടയത്ത് ചെന്നാലും ഞാൻ അവിടുന്ന് ബിരിയാണി കഴിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവിടുത്തെ ബിരിയാണി. സോ ഞാൻ ഇന്ന് വന്നപ്പോൾ എന്തായാലും കോട്ടയത്ത് വരുന്നുണ്ടെന്ന് കരുതിയപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നതാണ് അവിടെ പോയി ബിരിയാണിയും കൂടി കഴിച്ചിട്ടേ വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബിരിയാണി കിട്ടുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് അൽ മുക്താദിൻ്റെ ഒരു ജ്വല്ലറി ഉണ്ട്. ആ ജ്വല്ലറിയുടെ കുറച്ചും കൂടി ഫ്രണ്ടിൽ ചെല്ലുമ്പോഴാണ് ഞാൻ പറഞ്ഞ മാഹി കഫേ ഉള്ളത്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, ലൊക്കേഷൻ അറിയാത്തവർക്ക് ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ. ഇവിടെ വരുമ്പോൾ തന്നെ മാഹി കഫേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബിരിയാണി 100 രൂപ, തലശ്ശേരി പലഹാരങ്ങളും ഉണ്ട്. സ്നാക്സും അടിപൊളിയാണ്. പക്ഷേ ഞാൻ സ്നാക്സിൻ്റെ അത്ര വലിയ ഫാനല്ലാത്തതുകൊണ്ട് ബിരിയാണിയാണ് എൻ്റെ മെയിൻ. അങ്ങനെ ഈ ഒരു ചെറിയ ഇടനാഴിയിലൂടെ ഉള്ളിലേക്ക് കയറണം. അപ്പുറത്തൊക്കെ കുറേ കടകളുണ്ട്, ഇലക്ട്രോണിക്സ് കടകളൊക്കെ ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഈ പാർക്കിംഗ് ഏരിയയിലാണ് ഇവർ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പാഴ്സൽസ് മാത്രം അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി അതിൽ നിന്ന് മാത്രമേ നമുക്ക് എടുത്തു തരുള്ളൂ. അവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനൊരു ബിരിയാണി പറഞ്ഞു. പാഴ്സൽ ചെയ്ത് വെച്ചിരുന്നതിൽ നിന്ന് അവരൊരു ബിരിയാണി എടുത്തിട്ട് എനിക്ക് പ്ലേറ്റ് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അവർ ക്ലീനിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം റീഅറേഞ്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്.
ഈ ഒരു പാർക്കിങ്ങിൻ്റെ ചെറിയൊരു സ്പേസിൽ കുറച്ച് കസേരകളും സ്റ്റൂൾസും ഇട്ടിട്ടുണ്ട്. ഈ ചെയേഴ്സിലും സ്റ്റൂൾസിലും ഇരുന്നിട്ടാണ് ആൾക്കാർ കഴിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഒരു 500 ബിരിയാണി ഏറ്റവും മിനിമം സെല് ചെയ്യപ്പെടുന്നുണ്ട്. മിനിമമാണ് പറഞ്ഞത്, 500 മേലേക്ക് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു 1000-ൻ്റെ അടുത്ത് കൗണ്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ഇവർക്ക് അത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടുന്ന് നല്ല രീതിയിൽ പാഴ്സൽസ് പോകുന്നുണ്ട്. കഴിക്കാനാണെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ഈ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2:30-3 മണിയാണ്. ഈ 3 മണിയായപ്പോഴത്തേക്കും അവിടുത്തെ ബിരിയാണി കഴിഞ്ഞു. അതാണ് അവിടുത്തെ തിരക്കിൻ്റെ അവസ്ഥ. അങ്ങനെ നല്ല അടിപൊളി ഒരു ബിരിയാണി 100 രൂപയ്ക്ക് കഴിച്ചിട്ട് ഞാൻ ഈ സ്നാക്സിൻ്റെയൊക്കെ ചുമ്മാ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിതങ്ങനെ സ്നാക്സിൻ്റെ ഒരു ഫാൻ അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി കയറി. ഇന്നും ഫുള്ള് ബസ്സിനകത്തായിരുന്നു, വേറെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ടാണ് വേറെ വിഷ്വൽസ് ഒന്നും കാണിക്കാനില്ലാത്തത്. പിന്നെ ഞാനും ഒന്ന് യൂസ്ഡായി വരുന്നേ ഉള്ളൂ ഇതിലേക്ക്. അതിനുശേഷം നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റിയും എൻ്റെ വോയിസ് ഓവറിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം.